ഞാൻ അധിവസിക്കുന്നത് മുംബൈ പട്ടണത്തിലാണ്. ഞാൻ ഇപ്പോൾ കുടിയിരിക്കുന്നത് മുംബൈ പട്ടണത്തിൽ. മുംബൈ പട്ടണത്തിൽ നമുക്കറിയാം 2019, 2021 നമുക്ക് കൊറോണ ബാധിതരായി നാം പലരും ആയിരുന്നിട്ടുണ്ട്. കൊറോണ വന്ന ടൈം ഉങ്ങൾക്കെല്ലാം തെരിയും. എന്നാൽ 2020 ഞാൻ കൊറോണ ബാധിതയായി തീർന്നു. 2020 எனக்கும் அந்த கொரோனா வியாதி വന്നത്. 28 ദിവസം ഞാൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിച്ചോളാണ്. 28 നാളുകൾ ഐസിയുവിൽ ഞാൻ പടുക്കയിലെ പടുത്തിരുന്നാർ. എന്റെ ഡോക്ടർമാരെല്ലാം എന്നെ തള്ളി. ഡോക്ടർമാരെല്ലാം കൈവിട്ടാർ. പൊളയ്ക്ക മാട്ടേൻ എന്ന് சொன்னார். അവർ പറഞ്ഞു ഇവള് മരിച്ചു, ഇനി ഒന്നും വേണ്ട, അത് ബയോ ബാഗിനകത്ത് എന്നെ പൊതിഞ്ഞു. ഇറന്നു പോച്ച്. அப்போ அந்த டைம்ல பயோ பேக்னு சொல்லிட்டு சிப்பு போன ஒரு பேக் இருக்கு. அந்த பேகுக்குள்ளாரே என்னை பேக் பண்ணி എല്ലാവരും വിചാരിച്ചു ഞാൻ മരിച്ചുപോയി എന്ന്. അനേവരും എല്ലാ സ്വന്തം ബന്ധങ്ങള് ഡോക്ടേഴ്സ് നഴ്സേഴ്സ് എല്ലാരും നനച്ച് അവള് ഇറന്നിருக்கு. എന്നാൽ കർത്താവ് എന്നെ ഓർത്തതിനാൽ നിങ്ങളുടെ മധ്യയിൽ നിന്നായിരിക്കാൻ കർത്താവ് സഹായിച്ചു. കടவுளாக യേശു എന്നെ அந்த டைமில் நினைத்திருக்கு. അതെന്തുകൊണ്ടാണ് എന്നെ കർത്താവ് ഓർത്തത്? എതുക്കാக കർത്തർ എന്നെ നിனைத்தത്? ദൈവത്തിന്റെ വചനത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത് കാരണം കൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥന മുഖാന്തരം ഇന്ന് നിങ്ങളുടെ മധ്യയായിരിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. 13ാമത് വയസ്സിൽ വലിയ ഒരു ഹിന്ദു ഫാമിലിയിൽ 5 കോയിലുകളുള്ള ഒരു കുടുംബത്തിൽ 13ാമത് വയസ്സിൽ യേശുവെ സ്വന്തം രക്ഷകനാக ஏற்றுக்கொள்ள முடிந்தது, அபிஷேகத்தை பெற்றுக்கொள்ள முடிந்தது, கர்த்தருடைய கட்டளையான ஞானஸ்நானம் எடுக்க முடிந்தது. அதனாலே அந்த கர்த்தர் என் மேலே நோக்கம் வைத்ததினாலே அந்த மரண பள்ளத்தாக்கில் நின்னும் என்னை கடவுள் காப்பாற்றி இருக்கிறேன். கரங்களை தட்டுவோமா? ഞാൻ പറഞ്ഞ സാക്ഷ്യം ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്തു. എന്നാൽ ഇത് ഈ 28 ദിവസത്തെ ഒരു വലിയ സാക്ഷ്യമാണ്. 28 നാളുകൾ ഞാൻ அந்த வென்டிலேட்டரில் அனுபவித்த அந்த சாட்சியம் சொன்னால் யாராலும் தாங்க முடியாது. அப்படிப்பட்ட வேதனைகள் என்னுடைய வாழ்வில் இருந்ததானால் அங்கேயும் தேவனுடைய தூதர்கள் கடந்து வந்து இறங்கி എന്നെ ആർദൽപ്പെടുത്തി എന്നെ ഉയിർ കൊടുത്താർ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനാൽ ദേവനെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വാർത്തൈ ബൈബിളിൽ ഇരുന്ന് പഠിക്കാൻ ആശപ്പെടുகிறது. തമിഴ് ബൈബിൾ ഉള്ളവർക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. ഫിലിപ്പിയർ നിരൂപം 2-ാം അധികാരം 8-9 വാർത്തകൾ. ഫിലിപ്പിയർ നിരൂപം ഫിലിപ്പിയർ നിരൂപം 2-ാം അധികാരം 8-9 വാർത്തകൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റിൽ പുതിയ ഏർപ്പാട് ഫിലിപ്പിയർ നിരൂപം 2:8-9. அவர் மனுஷ ரூபமாய் காணப்பட்டு மரண பரியந்தம், அதாவது അതല്ല ഫിലിപ്പിയർ എഫേസ്യൻസ് கிருபையினாலே விசுவாசத்தை கொண்டு ரட்சிக்கப்பட்டீர்கள். கிருபையினாலே விசுவாசம் கொண்டு ரட்சிக்கப்பட்டீர்கள். இது உங்களால் உண்டானதல்ல, இது உங்களால் உண்டானதல்ல, இது தேவனுடைய ஈவு. இது தேவனுடைய ஈவு. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. தேவனுக்கு மகிமை உண்டாவதாக. ഇവിടെ എഴുതിയിരിക്കുന്നത്, இங்கே எழுதப்பட்டிருக்கிறது, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ. പഠിയുക. ഫിലിപ്പിയർ 2:8. ഒന്നുകൂടെ പഠിയുക. കൃപയിനാലെ വിശ്വാസത്തെ കൊണ്ട് രക്ഷിക്കപ്പെട്ടീர்கள். ഇത് ഉங்களால் உண்டானதல்ல, இது தேவனுடைய ஈவு. தேவனுடைய ஈவு.
കൃപയാൽ മാത്രമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപ ദേവനുടെ കൃപയിനാലെ താൻ നാം